നമ്മുടെയൊക്കെ വീടുകളിലെ ഒരു പ്രധാന ഭാഗമാണ് അവിടുത്തെ അടുക്കള. അതുകൊണ്ട് തന്നെ ഏറ്റവും അധികം ഉപയോഗിക്കപ്പെടുന്നതും ആദ്യം തന്നെ പഴക്കം വരുന്നതും ഈ അടുക്കളയാണ്. ഏകദേശം 25 വർഷത്തോളം പഴക്കമുള്ള എൻ്റെ വീട്ടിലെ അടുക്കള ഒന്ന് പുതുക്കി പണിയാനുള്ള ശ്രമമാണ്. ഇപ്പോഴുള്ള അടുക്കള പൊളിച്ച് പുതിയതൊന്ന് പണിയാൻ പോയാൽ ഞങ്ങൾ പട്ടിണിയാവുമെന്ന് നല്ലതുപോലെ അറിയാവുന്നതുകൊണ്ട് വീടിനോട് ചേർന്നുള്ള pergola പൊളിച്ച് അവിടെ പുതിയൊരു അടുക്കള പണിയുന്നതിൻ്റെ വിവിധ സ്റ്റേജുകളാണ് ഇന്നത്തെ വീഡിയോ. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വെൽക്കം ടു ജയ്ജൂസ് ഹോം വീഡിയോസ്. ഈ കാണുന്ന pergola, അതായത് വരാന്തയുടെ ഭാഗത്താണ് നമ്മുടെ പുതിയ അടുക്കള വരുന്നത്. താഴെയുള്ള കോൺക്രീറ്റ് ഫ്ലോറിൽ പുതിയ അടുക്കളയുടെ ഡിസൈൻ വരച്ചിരിക്കുന്നത് കണ്ടോ? ആദ്യത്തെ ജോലി ഈ കാണുന്ന pergola പൊളിച്ചു മാറ്റുകയാണ്. അതിനായി ആദ്യം താഴത്തെ കോൺക്രീറ്റ് സ്ലാബ് മുറിച്ചു മാറ്റിയതിന് ശേഷം മേൽക്കൂര പൊളിച്ചു മാറ്റുകയാണ്. ഈ കാണുന്ന ആളാണ് ഞങ്ങളുടെ ഈ പ്രൊജക്റ്റിൻ്റെ ബിൽഡർ. പേര് ഇബ്രാഹിം. കക്ഷി ഒരു ജോർദാൻകാരനാണ്. കൂടുതലായി ഞാൻ പിന്നീട് പരിചയപ്പെടുത്താം. അടുത്തതായി വീടിൻ്റെ ഈ ഭാഗത്തുള്ള ഭിത്തിയെല്ലാം പൊളിച്ചു മാറ്റി അവിടെ പ്ലൈവുഡ് ഉപയോഗിച്ച് താൽക്കാലികമായി മറച്ചിരിക്കുകയാണ്. അതിനുശേഷം പുതിയതായി പണിയാനുള്ള അടുക്കളയുടെ ഡിസൈൻ ലെവൽ ചെയ്ത ഗ്രൗണ്ടിൽ മാർക്ക് ചെയ്തിരിക്കുന്നതാണ് ഈ കാണുന്നത്. ഇനിയാണ് ശരിയായ ജോലി. പ്ലാൻ അനുസരിച്ച് വീടിൻ്റെ ഫൗണ്ടേഷനുള്ള ട്രെഞ്ചിങ് ചെയ്യുന്നതാണിത്. തറയുടെ ചുറ്റിലും ഉള്ളിലുമെല്ലാമായി ചന്നം ഭിന്നം ചാലുകൾ കീറി അതിനുള്ളിൽ മണൽ നിറച്ച് കോമ്പാക്ടർ ഉപയോഗിച്ച് ലെവൽ ചെയ്തിരിക്കുന്നതാണ് ഈ കാണുന്നത്. അതിനു മുകളിൽ പ്ലാസ്റ്റിക് ഷീറ്റ് വിരിച്ച് കോൺക്രീറ്റ് ചെയ്യാനുള്ള തയ്യാറെടുപ്പാണിത്. താഴെയുള്ള മണ്ണും കോൺക്രീറ്റുമായുള്ള കോണ്ടാക്റ്റ് ഒഴിവാക്കാനാണ് ഈ പ്ലാസ്റ്റിക് ഷീറ്റുകൾ ഉപയോഗിക്കുന്നത്. ഇതിനു മുകളിൽ ട്രെഞ്ചിൻ്റെ താഴെയും മുകളിലുമായി പല ലെവലുകളിലായി വിവിധ കനത്തിലുള്ള സ്റ്റീൽ കമ്പികൾ ഉപയോഗിച്ചാണ് റീഇൻഫോഴ്സിങ് ചെയ്തിരിക്കുന്നത്. സ്റ്റീൽ മെഷ് കോൺക്രീറ്റിൻ്റെ നടുവിൽ വരുവാനായി പ്രത്യേക ഇനം ബാർ ചെയറുകൾ ഉപയോഗിച്ച് മെഷ് ഉയർത്തി വച്ചിരിക്കുന്നത് കാണാം. രാവിലെ തന്നെ കോൺക്രീറ്റ് ട്രക്കും കുറേയധികം ജോലിക്കാരും വന്നിട്ടുണ്ട്. ഇന്നാണ് സ്ലാബിൻ്റെ കോൺക്രീറ്റ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. കോൺക്രീറ്റ് പമ്പ് ഉപയോഗിച്ച് വീടിൻ്റെ സൈഡിലുള്ള വർക്ക് സൈറ്റിലേക്ക് കോൺക്രീറ്റ് പമ്പ് ചെയ്യുമ്പോൾ 2-3 പേർ വൈബ്രേറ്ററും കമ്പിയും എല്ലാം ഉപയോഗിച്ച് സ്ലാബ് ഫില്ല് ചെയ്യുകയും മറ്റു ചിലർ കോൺക്രീറ്റ് ലെവലാക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു ജോലി തന്നെയാണിത്. സ്പിരിറ്റ് ലെവലും ലേസർ ലെവലും മറ്റും ഉപയോഗിച്ച് വീടിനുള്ളിലുള്ള ഫ്ലോറിൻ്റെ അതേ ലെവലിൽ തന്നെ കോൺക്രീറ്റ് ഫിനിഷ് ചെയ്യുക എന്നത് പണിയറിയാവുന്നവർക്ക് അത്ര വിഷമമുള്ള കാര്യമല്ല. രണ്ട് 3 മണിക്കൂറിൽ തന്നെ ഈ കോൺക്രീറ്റ് സ്ലാബിൻ്റെ ഫില്ലിങ്ങും ലെവലിങ്ങും ഫിനിഷിങ്ങും എല്ലാം തീർത്ത് പണിക്കാർ മടങ്ങി. ഇനി ഒരാഴ്ചയെങ്കിലും കഴിഞ്ഞു വേണം അടുത്ത സ്റ്റേജിലേക്ക് കടക്കുവാൻ. പിറ്റേ ദിവസം തന്നെ ഇബ്രാഹിം വന്ന് കോൺക്രീറ്റിന് ഉപയോഗിച്ചിരുന്ന പലകകൾ പൊളിച്ചു മാറ്റി. നമ്മുടെ നാട്ടിലൊക്കെ ചെയ്യുന്നത് പോലെ കോൺക്രീറ്റ് ചെയ്തതിന് മുകളിൽ വെള്ളം നിറച്ചിടുകയൊന്നും ഇവിടെ ചെയ്യാറില്ല. അതിൻ്റെ ആവശ്യമില്ലെന്നാണ് പറഞ്ഞതെങ്കിലും എൻ്റെ ഒരു മനസ്സമാധാനത്തിന് ഞാൻ കുറച്ച് ദിവസത്തേക്ക് എന്നും തന്നെ സ്ലാബ് നല്ലതുപോലെ നനച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. ഈ കാണുന്ന വിൻഡോകളും ഡോറും എല്ലാം അടുത്തതായി പൊളിച്ചു മാറ്റും.
ഈ ഭാഗമാണ് വീടിൻ്റെ പുതിയ ഏരിയയും പഴയ ഭാഗത്തെയും തമ്മിൽ കണക്ട് ചെയ്യുന്നത്. അതിനു മുന്നോടിയായി ആ ഭാഗത്തുള്ള ഫ്ലോറിംഗ് ബോർഡുകളെല്ലാം എടുത്തു മാറ്റിയിട്ടുണ്ട്. അടുത്തതായി ഈ ജനലുകളും വാതിലുമെല്ലാം പൊളിച്ചു മാറ്റും. അടുത്തതായി തടിയും പ്ലൈവുഡും ഉപയോഗിച്ച് ഒരു ടെമ്പററി ഭിത്തിയുണ്ടാക്കി വീടിനെ പണി നടക്കുന്ന ഏരിയയുമായി വേർതിരിക്കുകയും പൊടിയിൽ നിന്നും മാറി മാറി വരുന്ന കാലാവസ്ഥയിൽ നിന്നുമൊക്കെ സംരക്ഷിക്കുകയും ചെയ്തിരിക്കുകയാണ്. ജനലുകളും ഭിത്തിയുമൊക്കെ പൊളിച്ചു മാറ്റി വീടിൻ്റെ മേൽക്കൂട് താൽക്കാലികമായി സ്റ്റീൽ പോസ്റ്റുകൾ ഉപയോഗിച്ച് സപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. ഇവിടെയാണ് പുതിയ അടുക്കള യൂണിറ്റ് ആരംഭിക്കുന്നത്. പുതിയ കിച്ചൻ്റെ ഭിത്തിയുടെ ജോലി തുടങ്ങിയിരിക്കുന്നു. തടി ഉപയോഗിച്ചാണ് ഇവിടേക്ക് വീടുകളുടെ ഭിത്തികൾ ഉണ്ടാക്കുന്നത്. പുതിയ ഏരിയയും വീടിൻ്റെ പഴയ ഭാഗവും ചേരുന്നിടത്തുള്ള ഭീമാകാരൻ സ്റ്റീൽ ബീമും അതുറപ്പിക്കാനുള്ള സ്റ്റീൽ പോസ്റ്റുകളുമെല്ലാം ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. നല്ല ഭാരമുള്ളതുകൊണ്ട് ഈ സ്റ്റീൽ ബീം ക്രെയിൻ ഉപയോഗിച്ച് വീടിൻ്റെ മുകളിലൂടെയാണ് സൈറ്റിലെത്തിച്ച് സ്റ്റീൽ പോസ്റ്റുകളുടെ മുകളിലായി ഉറപ്പിക്കുന്നത്. ഇത്തരം ജോലികളൊക്കെ ദൂരെ നിന്ന് മാത്രമേ ഇതിനു മുമ്പ് കണ്ടിട്ടുള്ളൂ. പോസ്റ്റുകൾക്ക് മുകളിൽ സ്ഥാപിച്ച ബീമിനെ സ്റ്റീൽ പോസ്റ്റുമായി വെൽഡ് ചെയ്താണ് ഉറപ്പിക്കുന്നത്. തടിയുടെ അടിയിലായി ഈ കാണുന്നത് ചിതലിനെ നിയന്ത്രിക്കാനുള്ള ഒരുതരം ടെർമൈറ്റ് ബാരിയർ ഷീറ്റാണ്. ഇതൊക്കെ ഇവിടെ നിർബന്ധമായും ചെയ്തിരിക്കേണ്ട കാര്യങ്ങളിലൊന്നാണ്. അധികം താമസിക്കാതെ തന്നെ തടി ഉപയോഗിച്ചുള്ള ഭിത്തിയുടെ സ്ട്രക്ചറൽ ജോലി തുടങ്ങുകയും 2-3 ദിവസം കൊണ്ട് തന്നെ അത് തീരുകയും ചെയ്തു. സ്റ്റീൽ സ്ട്രാപ്പുകളും പ്രത്യേക ഇനം പ്ലൈവുഡും ഉപയോഗിച്ച് ബ്രേസിംഗ് എന്നറിയപ്പെടുന്ന ഫിനിഷിംഗ് സ്റ്റേജിലെത്തുകയും ചെയ്തു. They'll have to play not just their best game, but the best game they've ever played in a long, long time.
വീട് പണിക്കുള്ള ഇഷ്ടികയും റൂഫിനുള്ള തടി ഉപയോഗിച്ചുണ്ടാക്കിയ ട്രസ്സുകളും എല്ലാം എത്തിയിട്ടുണ്ട്. എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. പിറ്റേ ദിവസം തന്നെ വീടിൻ്റെ മേൽക്കൂരയുടെ ജോലി പൂർത്തിയായിരിക്കുന്നു. ഇപ്പോഴാണ് ഈ പുതിയ അടുക്കളയുടെ ഏകദേശ രൂപം മനസ്സിലാവുന്നത്. ഒരു പ്രത്യേക ഇനം കൺസ്ട്രക്ഷൻ ഷീറ്റ് ഉപയോഗിച്ച് ടിമ്പർ ഭിത്തിയുടെ പുറംഭാഗം കവർ ചെയ്തിരിക്കുന്നതാണ് ഈ കാണുന്നത്. മാറി മാറി വരുന്ന ഇവിടുത്തെ കാലാവസ്ഥയെ അതിജീവിക്കാനായി വീടിനുണ്ടായിരിക്കേണ്ട ഇൻസുലേഷൻ്റെ ഒരു ഭാഗമാണിത്. തടിയും പുറത്തുള്ള ഭിത്തിയും തമ്മിൽ വേർതിരിക്കാനാണ് ഈ പ്ലാസ്റ്റിക് ഷീറ്റുകൾ. ഇതിനിടയിൽ ഇലക്ട്രീഷ്യൻ ബോബ് ഇവിടുത്തെ ഇലക്ട്രിക്കൽ ജോലികളുടെ ആദ്യ ഭാഗമായ റഫിംഗ് ചെയ്തിട്ടുണ്ട്. അതുപോലെ പ്ലംബറുടെ റഫിംഗ് ജോലിയും തുടങ്ങിയിരിക്കുന്നത് കാണാം. ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ ടിമ്പർ സ്ട്രക്ചറിൻ്റെ പുറത്തായി ഇഷ്ടിക ഉപയോഗിച്ചുള്ള ഭിത്തിയുടെ ജോലി ആരംഭിച്ചു. ഓരോ 5 നിര ഇഷ്ടികയുടെ ഹൈറ്റിലും സ്റ്റീൽ സ്ട്രാപ്പുകൾ ഉപയോഗിച്ച് ഉള്ളിലുള്ള ടിമ്പർ സ്ട്രക്ചറിലേക്ക് ഈ ബ്രിക്ക് വാളിനെ കണക്ട് ചെയ്തുകൊണ്ടാണ് ഈ ഭിത്തിയുടെ പണി പുരോഗമിക്കുന്നത്. അകത്തുള്ള തടിഭിത്തിയും ഈ ബ്രിക്ക് വാളും തമ്മിൽ ഏകദേശം 4 സെൻറ്റിമീറ്റർ ഗ്യാപ്പാണുള്ളത്. ഇതും ഇവിടെയുള്ള ഓരോ വീടിനും ഉണ്ടായിരിക്കേണ്ട ഇൻസുലേഷൻ്റെ മറ്റൊരു സ്റ്റാൻഡേർഡാണ്. ഈ ഇഷ്ടിക ഉപയോഗിച്ച് ഭിത്തി ഉണ്ടാക്കുന്ന ജോലി കണ്ടു നിൽക്കേണ്ട ഒരു കാഴ്ച തന്നെയാണ്. വളരെ ശ്രദ്ധയോടും കൃത്യതയോടും കൂടി 2 ബ്രിക്ക് ലേയേഴ്സ് 2 ദിവസം കൊണ്ട് മനോഹരമായി ഈ ഭിത്തികളെല്ലാം ചെയ്തു തീർത്തു. ഇത്രയും ഭംഗിയായി ഇഷ്ടിക ഉപയോഗിച്ച് ഭിത്തി ഉണ്ടാക്കാൻ കഴിയുന്ന ആരെയെങ്കിലും നാട്ടിൽ നിങ്ങൾക്കറിയാമെങ്കിൽ ഒന്ന് പറയണേ. അടുത്ത ഒരു പ്രധാന ജോലിയാണ് വീടിൻ്റെ മേൽക്കൂര, അതായത് റൂഫിംഗ്. കളർ ബോണ്ട് റൂഫിംഗ് ഷീറ്റുകൾ ഉപയോഗിച്ചാണ് വീടിൻ്റെ ഈ ഭാഗത്തെ റൂഫിംഗ് ചെയ്യുന്നത്. 2-3 ജോലിക്കാർ ഒറ്റ ദിവസം കൊണ്ട് ആ ജോലി തീർത്തു തന്നു. അവർ പിറ്റേ ദിവസം തന്നെ വന്ന് ഭിത്തിയുടെ മുകളിലുള്ള ഷീറ്റ് ഉപയോഗിച്ചുള്ള ക്യാപ്പിങ്ങും മഴവെള്ളം ഒഴുക്കിക്കളയാനുള്ള ഡൗൺ പൈപ്പുകളും എല്ലാം ഫിറ്റ് ചെയ്തു. ബോക്സ് കട്ടർ മെത്തേഡാണ് ഈ പുതിയ കൺസ്ട്രക്ഷന് വേണ്ടി ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അങ്ങനെ വീടിൻ്റെ പുതിയ അടുക്കള യൂണിറ്റിൻ്റെ ആദ്യ ഭാഗമായ എക്സ്റ്റേണൽ സ്ട്രക്ചറൽ വർക്കുകളെല്ലാം ഇവിടെ അവസാനിച്ചു. അടുത്തതായി ഇനിയുള്ളത് അകത്തുള്ള ഇൻറ്റീരിയർ വർക്കുകളാണ്. അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.